എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹരേ കൃഷ്ണ എന്ന ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് ഈ മാസം 14-ാം തീയതി, അതായത് തിങ്കളാഴ്ച വിഷുവാണ്. അപ്പം എല്ലാ പ്രേക്ഷകർക്കും വിഷു ആശംസകൾ. അതോടൊപ്പം തന്നെ ഈ പുതിയ വർഷം മേടമാസം 1-ാം തീയതി വിഷുവിന് മുതൽ ഓരോ നക്ഷത്രക്കാർക്കും ഓരോ രീതിയിലായിരിക്കും. അപ്പം അതിൽ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഈ വർഷം സർവ്വ ഐശ്വര്യവും കാര്യവിജയവും എല്ലാം ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. ഒരാളുടെ ഗ്രഹനിലയിൽ ല എന്ന് എഴുതിയേക്കുന്ന എവിടെയാണെന്ന് നോക്കുക, അതായത് ലഗ്നം എവിടെയാണെന്ന് നോക്കുക. അതേപോലെ തന്നെ നമ്മൾ പറയുന്ന നക്ഷത്രങ്ങൾ 32 വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രമായിരിക്കും ബാധകം. അല്ലാതുള്ളവർ ലഗ്നാൽ നോക്കിയാൽ മതിയാകും. അപ്പോൾ നമ്മളിന്ന് പറയുന്നത് മേടം രാശിയിൽ ലഗ്നം വന്നിട്ടുള്ളവർക്ക്, 32 വയസ്സിന് താഴെ ലഗ്നമായിട്ട് വന്നിട്ടുള്ളവർക്കും, അതേപോലെ അശ്വതി ഭരണി കാർത്തിക കാലിൽ 32 വയസ്സ് കഴിഞ്ഞവർക്കും വളരെയധികം ഗുണകരമായിരിക്കും ഈ വർഷം എന്നറിയുക. സർവ്വകാര്യങ്ങളിലും വിജയമായിരിക്കും. അവർ ഇറങ്ങുന്ന ഏതൊരു കാര്യത്തിന് അവർക്ക് നേട്ടം ഉണ്ടാവും. തൊഴിലിലും വരുമാനത്തിലും വിവാഹം ഇത്യാദി സർവ്വകാര്യങ്ങളിലും അവർക്ക് വിജയമുണ്ടാകും. അതേപോലെ ഇടവൻ രാശി ലഗ്നമായിട്ട് വരുന്നവർക്കും അതിനേക്കാൾ മികച്ച ഒരു വർഷമായിരിക്കും. ഇടവൻ രാശിയിൽ ലഗ്നം എന്ന് വന്നിട്ടുള്ളവർക്ക്, അതായത് 32 വയസ്സിന് താഴെ ല എന്ന് എഴുതിയിട്ടുള്ള ലഗ്നം എന്ന് എഴുതി ഗ്രഹനിലയിൽ ല എന്ന് എഴുതിയിട്ടുള്ളവർക്കും, അതുപോലെ തന്നെ ഇടവൻ രാശിക്കാരായിട്ടുള്ള കാർത്തിക മുക്കാൽ രോഹിണി മകേരം നക്ഷത്രത്തിൽ പിറന്നവർക്കും, 32 വയസ്സിന് മുകളിലാണ് കാർത്തിക മുക്കാൽ രോഹിണി മകേരം ആദ്യപാദം ഇതിൽ ജനിച്ചവർക്കും വളരെയധികം ഗുണമാണെന്ന് അറിയുക. അവരുടെ എല്ലാ കാര്യങ്ങൾക്കും, തൊഴിലിനും വിവാഹത്തിനും അതുപോലെ ഗൃഹനിർമ്മാണം എല്ലാ കാര്യങ്ങൾക്കും അനുയോജ്യമായിട്ടുള്ളൊരു വർഷമായിരിക്കും. വളരെയധികം ഗുണകരമാണെന്ന് അറിയുക. അതുപോലെ തന്നെ കർക്കിടകൻ രാശിയിൽ പറഞ്ഞിട്ടുള്ള ഉണർതങ്കാല പൂജ മയില നക്ഷത്രത്തിൽ ജനിച്ച 32 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കും വളരെയധികം ഗുണകരമാണ്. കർക്കിടകൻ രാശി ലഗ്നമായിട്ട് വന്നിട്ടുള്ള 32 വയസ്സിന് താഴെയുള്ള ജാതകർക്കും വളരെയധികം ഗുണകരമാണെന്ന് അറിയുക. തൊഴിൽ, വിവാഹം സർവ്വകാര്യങ്ങൾക്കും ഗുണമുണ്ടാകും. ജീവിതത്തിൽ ഒരുപാട് അഭിവൃദ്ധി ഉണ്ടാകുന്നൊരു വർഷമാണ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ കന്നിരാശിയിൽ ജനിച്ചിട്ടുള്ള ഉത്രാടം മുക്കാല് അത്തം ചിത്തിര ആദിവാദത്തിൽ ജനിച്ചിട്ടുള്ള 32 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് വളരെയധികം ഗുണകരമാണെന്ന് അറിയുക. കന്നിരാശിയിൽ ലഗ്നമായിട്ട് വന്നിട്ടുള്ള ആളുകൾക്കും 32 വയസ്സിന് താഴെ ഉള്ള ആളുകൾക്കും വളരെയധികം ഗുണകരമാണ് ഈ വർഷമെന്ന് അറിയുക. സർവ്വകാര്യങ്ങൾക്കും വിജയം അവർക്ക് കൈവരിക്കാൻ സാധിക്കും. പക്ഷേ അവർക്ക് കണ്ടകശനി എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശനിദേവനെ പ്രീതിപ്പെടുത്തുക. ശനിദേവനെ പ്രീതിപ്പെടുത്താനുള്ള വഴിപാടുകളും കാര്യങ്ങളൊക്കെ കർമ്മങ്ങളൊക്കെ മുന്നോട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. ഇതുവരെയുള്ള അവസ്ഥയിൽ നിന്ന് അവർക്കൊരു മാറ്റം ഉണ്ടാകും ഈ വർഷം. വൃശ്ചികൻ രാശിയിലുള്ള വിശാഖം കാല് അനിഴം തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച 32 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വളരെയധികം ഗുണകരമാണെന്ന് അറിയുക ഈ വിഷുഫലം. അതുപോലെ തന്നെ 32 വയസ്സിന് താഴെ ജാതകത്തിൽ വൃശ്ചികൻ രാശിയിൽ ലഗ്നമെന്ന് വന്നിട്ടുള്ളവർക്കും വളരെയധികം ഗുണകരമായിരിക്കും. തൊഴിലിലും വരുമാനത്തിലും കർമ്മസ്ഥാനത്തുമൊക്കെ വളരെയധികം പുരോഗമനം, നേട്ടങ്ങൾ ഒക്കെ കൈവരിക്കാൻ അവർക്ക് സാധിക്കും. അതുപോലെ തന്നെ മകരൻ രാശിയിലുള്ള ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടം ആദ്യമാദത്തിൽ ജനിച്ചിട്ടുള്ള നക്ഷത്രക്കാർക്ക് 32 വയസ്സിന് മുകളിലുള്ളവർക്ക് വളരെയധികം ഗുണകരമാണെന്ന് അറിയാം. അതേപോലെ തന്നെ ജാതകത്തിൽ ലഗ്നാൽ മകരൻ രാശിയിൽ വന്നിട്ടുള്ള ആളുകൾക്കും 32 വയസ്സിന് താഴെ ഉള്ളവർക്ക് വളരെയധികം ഗുണകരമാണെന്ന് അറിയാം. ജാതകവശാല എന്ന് പറയുമ്പോൾ 32 വയസ്സിന് താഴെ, നക്ഷത്രവശാല നമ്മൾ പറയുമ്പോൾ 32 വയസ്സിന് മുകളിൽ എന്നുള്ളത് മനസ്സിലാക്കുക. അവർക്ക് ഈ വർഷഫലം വളരെയധികം ഗുണകരമാണ്.
ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ, അഭിവൃദ്ധി അവർക്ക് കൈവരിക്കാൻ സാധിക്കും. കുംഭൻ രാശിയിലുള്ള അവിട്ടൻ 2-ാം പാദം, ചതയം, പൂരിട്ടാതി, മുക്കാല് ഈ 2.25 നക്ഷത്രങ്ങൾക്കും വളരെയധികം ഗുണകരമാണെന്നറിയുക. വിദ്യാഭ്യാസത്തിലും തൊഴിലിലും കർമ്മമേഖലയിലെല്ലാം ഒരുപാട് അവർക്ക് നേട്ടം കൈവരിക്കാൻ സാധിക്കും. ജാതകവശാൽ കുംഭൻ രാശി ലഗ്നമായിട്ട് വന്നിട്ടുള്ളവർക്ക് 32 വയസ്സിന് താഴെയുള്ളവർക്ക് വളരെയധികം ഗുണകരമാണെന്ന് അറിയുക. കാലങ്ങളായിട്ട് നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന രോഗദുരിതങ്ങൾ, തടസ്സങ്ങൾ, അതായത് എത്ര കണ്ട് അധ്വാനിച്ചിട്ടും ജീവിതത്തിലൊന്നും നേടാൻ പറ്റാതെ പോകുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പലതരത്തിലുള്ള ദോഷദുരിതങ്ങൾ കൊണ്ട് സംഭവിക്കാം. എന്നിരുന്നാലും ഉത്തമനായ ഒരു ആസ്ട്രോളജറെ കണ്ടെത്തി കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ള ഒരു ആസ്ട്രോളജറെ കണ്ടെത്തി നിങ്ങളുടെ വിഷയങ്ങൾ പരിഹരിക്കുക. ബാധാദോഷങ്ങൾ, നെഗറ്റീവ്സ് ഒക്കെ ബാധിച്ചിട്ടുള്ളവർക്ക്, വല്ലാണ്ട് ബാധിച്ചിട്ടുള്ളവർക്ക് നമ്മൾ പറയുന്ന വിഷഫലമായാലും വ്യാഴമാറ്റമായാലും ശനിമാറ്റമായാലും ഒന്നും അവർക്ക് യാതൊരു വിധത്തിലുള്ള വ്യത്യാസവും കൊണ്ടുവരില്ല. അവരെന്നും ദുരിതക്കയത്തിൽ തന്നെ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് കൃത്യമായിട്ട് ഈശ്വര വഴിയിലൂടെ രക്ഷപ്പെടാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.